നമസ്കാരം. ഡ്രാഫ്റ്റ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വേൾഡ് കപ്പിന് 2 ആഴ്ച മാത്രം ബാക്കി നിൽക്കവേ ഇന്ത്യയിൽ ഇപ്പോഴും ഒഫീഷ്യലി ബ്രോഡ്കാസ്റ്റേഴ്സ് ആരാണ് എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. ഈ ആഴ്ച പ്രഖ്യാപനം ഉണ്ടാകും എന്നൊക്കെ ഷാജി പ്രഭാകരനെ പോലെയുള്ളവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ട്വീറ്റൊക്കെ ഇട്ടിരുന്നത് വലിയ വാർത്തയായി മാറുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ആരാണ് ഇത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുക, ഏത് ചാനലാണ്? ചില സൂചനകൾ വരുന്നുണ്ട്. സീ എൻ്റർടൈൻമെൻറ്റ് എൻ്റർപ്രൈസസ് ലിമിറ്റഡ് ഇന്നലെ 4 സ്പോർട്സ് ചാനലുകളുടെ കാര്യം അവർ അൺവീൽ ചെയ്തിട്ടുണ്ട്. 4 സ്പോർട്സ് ചാനലുകൾ, യുണൈറ്റ് സ്പോർട്സ് എന്ന പേരിലാണ് ചാനലുകൾ വരുന്നത്. 4 ചാനലുകൾ അടങ്ങുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്. അപ്പോൾ അതിൽ കമ്പനി പറയുന്നത്, ദി കമ്പനി ഈസ് ഇൻ ടോക്സ് വിത്ത് ഫിഫ ടു ബ്രോഡ്കാസ്റ്റ് ആൻഡ് സ്ട്രീം ഫിഫ വേൾഡ് കപ്പ് 2026 മാച്ചസ് ഇൻ ഇന്ത്യ. ഫിഫയുമായിട്ട് കമ്പനി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ ഫിഫ വേൾഡ് കപ്പ് സംപ്രേഷണത്തിന് വേണ്ടി. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഫിഫ ആദ്യം 100 മില്യണാണ് ചോദിച്ചിരുന്നത് അവർക്ക് ഈ ഒരു റൈറ്റ് വിൽക്കുന്നതിനായിട്ട്, ഇന്ത്യയിലെ ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് വിൽക്കുന്നതിനായിട്ട്. അത് പിന്നെ ആരും അത്രയും വലിയ തുക കൊടുക്കാനുണ്ടായിരുന്നില്ല. ഇപ്പോൾ ജിയോ സ്റ്റാർ ഈ ഒരു ഫിഫ വേൾഡ് കപ്പ് സംപ്രേഷണത്തിനായിട്ട് രംഗത്തുണ്ട്. ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം, ഒരു ഇൻഡസ്ട്രി സോഴ്സിൽ നിന്ന് ലഭിക്കുന്ന വിവരപ്രകാരം $20 മുതൽ $25 മില്യൺ വരെ കൊടുക്കാനാണ് ഇപ്പോൾ അവർ തയ്യാറായിരിക്കുന്നത്, ജിയോ സ്റ്റാർ. എന്നാൽ പുതുതായിട്ട് രംഗത്തേക്ക് വന്നിട്ടുള്ള സീ $30 മുതൽ $35 മില്യൺ വരെ കൊടുത്ത് ഈ ഒരു ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റ് എടുക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങൾ. അങ്ങനെയെങ്കിൽ സീയിൽ മത്സരങ്ങൾ കാണാൻ കഴിഞ്ഞേക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികളുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സീ 4 ചാനലുകൾ യുണൈറ്റ് സ്പോർട്സ് എന്ന പേരിൽ, പിന്നെ നമ്മുടെ ന്യൂമറിക് ലെറ്റർ 8 അങ്ങനെ കാണിക്കുകയാണ്, നമ്പർ 8 കാണിക്കുന്നത്. എന്ന് ഇംഗ്ലീഷിൽ എഴുതും, യുണൈറ്റ് എന്ന് എഴുതിയിട്ട് അവസാനം 8, UNITE പിന്നെ 8, അങ്ങനെയാണ് യുണൈറ്റ് എന്ന് വരുന്നത്. 4 ചാനലുകൾ, അത് യുണൈറ്റ് സ്പോർട്സ് 1, യുണൈറ്റ് സ്പോർട്സ് 1 HD, ദെൻ യുണൈറ്റ് സ്പോർട്സ് 2, ദെൻ യുണൈറ്റ് സ്പോർട്സ് 2 HD, ഇങ്ങനെയാണ് 4 ചാനലുകൾ. അതിൽ യുണൈറ്റ് സ്പോർട്സ് 1ഉം യുണൈറ്റ് സ്പോർട്സ് 1 HDയും ഹിന്ദിയിലായിരിക്കും, യുണൈറ്റ് സ്പോർട്സ് 2ഉം യുണൈറ്റ് സ്പോർട്സ് 2 HDയും ഇംഗ്ലീഷിലായിരിക്കും എന്നുമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. ഈ ചാനൽസിൽ ഫുട്ബോൾ, കബഡി, ക്രിക്കറ്റ്, ബാഡ്മിൻ്റൺ, റെസ്ലിംഗ്, ബോക്സിങ്, കോമ്പാറ്റ് സ്പോർട്സ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള രൂപത്തിൽ, അതായത് സമഗ്രമായിട്ടുള്ള സ്പോർട്സ് സംപ്രേഷണത്തിനാണ് അവർ ഒരുങ്ങുന്നത്. ഒരു പക്ഷേ നമുക്ക് വേൾഡ് കപ്പ് കാണാൻ കഴിയുക സീയിലായിരിക്കും എന്നാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരങ്ങൾ. പക്ഷേ ഇത് ഫൈനലൈസ് ചെയ്യപ്പെട്ടിട്ടില്ല, ചർച്ച പുരോഗമിക്കുന്നു എന്നാണ് സീയുടെ അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഡ്രാഫ്റ്റ് ടോക്സിൽ എത്താം.